ഹലോ, നമ്മളിന്നൊരു ഫുൾ ചിക്കൻ ബാർബിക്യൂ ഗ്രില്ലാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങുമ്പോൾ സ്കിന്നുള്ള ചിക്കൻ തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചതച്ച് കൊടുക്കുക. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് എല്ലാ സ്ഥലവും കവർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്രില്ലിൽ നമ്മളിടുമ്പോൾ എല്ലാ സ്ഥലത്തും ഈ ചൂട് കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും കിട്ടണം. അല്ലാതെ നമ്മൾ ചതച്ചില്ലെങ്കിൽ ഇതിങ്ങനെ പൊന്തിയൊക്കെ നിൽക്കും. പിന്നെ ഇതേപോലെ വരകൾ ഇട്ട് കൊടുക്കുക, മസാല ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, നമുക്ക് ആവശ്യത്തിന് എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ നമുക്ക് ഇടാം. പിന്നുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ബാർബിക്യൂ സോസാണ്. ഇത് നമുക്ക് കുറച്ച് കൂടുതൽ വേണം. ഒരു 4-5 സ്പൂണോളം നമുക്ക് ഇത് ആവശ്യമുണ്ടാവും. പിന്നെ ഒരല്പം സുർക്ക നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, വിനാഗിരി നമ്മൾ ആഡ് ചെയ്തു. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സോസ് നമുക്ക് ബാർബിക്യൂ സോസ് ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഏതായാലും കുഴപ്പമില്ല. നമുക്ക് നിങ്ങൾ ഏത് ബ്രാൻഡാണ് എടുക്കുന്നത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടി സോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, ബാർബിക്യൂ സോസ്. ബാർബിക്യൂ സാധാരണ ചിക്കൻ നമ്മൾ KFC എന്നൊക്കെ വാങ്ങുന്ന ആ ചിക്കൻ്റെ വലുപ്പത്തിൽ നമ്മൾ കഷ്ണം മുറിച്ചിട്ട് ആണ് സാധാരണ ഉണ്ടാക്കുക. ഇപ്പോൾ ഞാനിവിടെ ഫുൾ ചിക്കനാണ് ബാർബിക്യൂ ആയിട്ട് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ വരഞ്ഞ് വെച്ചിട്ടുള്ള ആ ചിക്കനിലേക്ക് നമ്മൾ ഈ മസാല കോട്ടിങ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ സ്ഥലത്തും കോട്ടിങ് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം 2 മണിക്കൂർ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം വേണം. മിനിമം ഒരു 1.5 മണിക്കൂറെങ്കിലും മിനിമം വേണം. അത് തീ കത്തി കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഇത് കുക്ക് ആവണം, വേവണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നേരം പോക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫുഡ് നമുക്ക് തയ്യാറാക്കാം. അല്ലാതെ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചാൽ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ശരിക്കും ഏറ്റവും ബെസ്റ്റ് ഹോട്ടലിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യായിരിക്കും. ഇത് ഒരു നേരം പോക്ക് ഇപ്പം വീക്കെൻഡിൽസൊക്കെ രാത്രി ഫ്രണ്ട്സായിട്ട് കൂടുമ്പോഴും അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരായിട്ട് ഒന്ന് നേരം കളയാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് നമുക്ക് ടൈം കളയാൻ പറ്റും. ടേസ്റ്റും എല്ലാവർക്കും ഈ ഗ്രിൽഡ് ചിക്കൻ ഇഷ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇതും ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ ഈ മസാല പുരട്ടി വെച്ചതിന് ശേഷം ഒരു മിനിമം ഒരു 3-4 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ ഇത് വെക്കണം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ അത് വെച്ചിട്ടുണ്ട്. നേരം കുറേ ആയി, രാത്രി ആയിട്ടുണ്ട്. അപ്പം നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചാർക്കോളും ചാർക്കോൾ ഗ്രില്ലിൻ്റെ ആ പാത്രവും ഒക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് ചാർക്കോൾ ഇട്ടതിന് ശേഷം കർപ്പൂരം വെച്ചിട്ട് നമ്മൾ കത്തിക്കുകയാണ്. കർപ്പൂരം ചിലപ്പോൾ ഒരു പാക്കറ്റ് മുഴുവനൊക്കെ വേണ്ടി വരും കേട്ടോ കത്തി കിട്ടാൻ. അപ്പോൾ ഞാനൊരു ചിരട്ടേൻ്റെ കഷ്ണം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തേക്കും തീ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പം സൂപ്പർ മാർക്കറ്റിലൊക്കെ ക്യൂബ് ടൈപ്പ് ആയിട്ടുള്ള
ചാർക്കോൾ വാങ്ങാൻ കിട്ടും. ഒരു ബിസ്ക്കറ്റ് പോലെ ഉണ്ടാവും നീളത്തിൽ. അതൊക്കെ പെട്ടെന്ന് കത്തുകയും ചെയ്യും, കുറേ നേരം അതിൻ്റെ ചൂട് നിൽക്കുകയും ചെയ്യും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീശി കൊടുക്കണം. ഏകദേശം ഒരു അരമണിക്കൂർ നേരം നമ്മൾ വീശി ആണിതൊന്ന് കത്തി കിട്ടിയത്. രാത്രി ആയതുകൊണ്ട് ആ കണലിൻ്റെ സ്പാർക്ക് പോകുന്നൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും നമ്മളെ കണൽ തീ ആയിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇപ്പം നമ്മൾ ഏകദേശം കത്തി റെഡിയായി. ഇനി ആ ഫ്ലെയിം കേടുന്ന സമയത്ത് നമ്മളെ ഗ്രില്ല് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. നല്ല ചൂടാണ്. ഞാൻ എത്രയോ പ്രാവശ്യം മെനക്കെട്ടിട്ടാണ് ഇപ്പോൾ ആ ഗ്രില്ല് അതിലൊന്ന് വെച്ച് കൊടുത്തത്. ഇനി നമ്മളെ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ നമ്മളതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ആ പാത്രത്തിലുള്ള ബാക്കിയുള്ള മസാലയും കൂടി ഞാൻ ഇപ്പോൾ അതിൻ്റെ മേലെ പുരട്ടിയിട്ടുണ്ട്. മസാല ഒന്നും വെറുതെ കളയണ്ട. അപ്പം ഒരു സൈഡ് നമ്മളിപ്പോൾ വെച്ചു. എന്നിട്ട് നമ്മളത് അതിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ച് വെക്കുക. പിന്നെ അതിൻ്റെ എയർ ഹോൾ നമ്മൾ തുറന്ന് വെക്കണേ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഉള്ളിലുള്ള ഫ്ലെയിം കെട്ടുപോകും. ഈ കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മൾ ആ ചിക്കൻ ഒന്ന് മറിച്ചിടണം. ഇത് കുക്കായിട്ടില്ല. നമ്മളൊരു 4-5 പ്രാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ടാണിത് കുക്കായി കിട്ടുക. ഇപ്പം 2 പിടിക്കുന്ന സാധനം ഒക്കെ ഉണ്ടാവില്ല നമ്മളെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന, അത് വെച്ചിട്ട് വേണം ഇതിനൊക്കെ മറിച്ചിടുമ്പോഴൊക്കെ ഇടാൻ, അല്ലെങ്കിൽ കൈയൊക്കെ പൊള്ളിപ്പോവും. ഇപ്പം ഞാനതിൽ ബാർബിക്യൂ സോസ് ഒന്നും കൂടി തേച്ച് കൊടുക്കുന്നുണ്ട്. ബാർബിക്യൂ സോസ് എന്ന് പറഞ്ഞാൽ ഒരു സ്വീറ്റായിട്ടുള്ളൊരു സോസാണ്. അതിൽ കുറേ ഹെർബ്സും എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു സോസാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്ക് കനൽ അണഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ വീശി കൊടുക്കണം. വിശറിയോണ്ടോ അല്ലെങ്കിൽ ടേബിൾ ഫാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് കനലിൻ്റെ ചൂട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് സോസ് നമ്മൾ തേച്ച് കൊടുക്കണം. ബാർബിക്യൂ സോസ് ഇടയ്ക്ക് തേച്ച് കൊടുക്കുക. അതാ ഫാറ്റൊക്കെ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഇതുണ്ടാക്കുന്ന സമയത്ത് കുട്ടികളെ ഒന്നും അടുത്തേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രദ്ധിക്കുക. നല്ല ചൂടുള്ള കനലും പാത്രവും എല്ലാം ആ ഒരു ഏരിയ മൊത്തം നല്ല ചൂടായിരിക്കും. നമ്മൾ കുറേ പ്രാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഇത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ ഫൈനൽ ഗ്രില്ല് റെഡി ആയിട്ടുണ്ട്. അതിന് ഗ്രീൻ ചട്നിയും മയോണൈസും നമ്മളിവിടെ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സമയം ശ്രദ്ധിക്കണം. 2 മണിക്കൂറെങ്കിലും മിനിമം ഇതിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം. ഗ്രിൽ ഐറ്റംസ് ഇനിയും കൊണ്ടുവരുന്നുണ്ട്. അപ്പം അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം.